ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ളതായ വാക്യങ്ങൾ. പ്രശ്നങ്ങൾ അവസാനിച്ചു, നന്മകൾ ഉദിക്കുന്ന ദിനം വരും. പ്രശ്നങ്ങൾ അവസാനിച്ചു, നന്മകൾ ഉദിക്കുന്ന ദിനം വരും. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കളയാൽ അത് മുങ്ങുമാറായി. അവൻ അവിടെ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ അവരെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവൻ വളരെ ഭയപ്പെട്ടു, കാറ്റും കോളും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ച സാഹചര്യത്തിൽ കർത്താവായ യേശുക്രിസ്തു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അധികാരം ആണിവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മേൽ കർത്താവിനുള്ളതായ അധികാരമാണ് നാം ഇവിടെ കാണുന്നത്. കാറ്റമർന്നു, കടല് ശാന്തതയായി, സുരക്ഷിതമായ യാത്ര, സുഖകരമായ യാത്ര അവരുടെ ജീവിതത്തിലുണ്ടായി. ശിഷ്യന്മാർ ഭയപ്പെട്ടു. യേശു അവരുടെ ഭയത്തെ നീക്കിക്കളഞ്ഞു. വിശ്വസിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും വിശ്വാസത്തോടെ ജീവിക്കുവാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ളതായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ, ഏത് പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ സഹായം ആകുന്നു എന്ന് നാം തിരിച്ചറിയണം. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളായിരുന്നാലും, ഏത് പ്രതിസന്ധികളായിരുന്നാലും, ഏത് പ്രതികൂലങ്ങളായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് നാം വിശ്വസിക്കുന്നവനായ കർത്താവ്. ആ കർത്താവിലുള്ള വിശ്വാസം ഉറപ്പിച്ച് ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നാം പരിശ്രമിക്കുകയാണ് വേണ്ടത്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ പുതിയ വഴികളും പുതിയ സാധ്യതകളും കാണിച്ചു തരുന്നത് ദൈവമാകുന്നു എന്നുള്ളതാണ്. രോഗങ്ങൾ വരാം, കുടുംബ പ്രശ്നങ്ങൾ വരാം, സമാധാനമില്ലാത്ത അനുഭവം വരാം, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ വരാം, ശമ്പളം കിട്ടാത്ത അവസ്ഥ വരാം. ഇങ്ങനെ പരീക്ഷകളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആഞ്ഞടിക്കുന്ന പരീക്ഷകളുടെ മധ്യത്തിൽ ദൈവം നമ്മളെ ശക്തനായി കൂടി നടന്ന് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളതാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്നതായ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലൂടെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിടുവിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നവനായ കർത്താവ് മതിയായവനാണെന്നുള്ളതായ ഉറപ്പാണ് ഞാനിത് പ്രഘോഷിക്കുവാൻ കാരണം. എൻ്റെ ജീവിതത്തിൽ ഈ ദൈവം മതിയായ ദൈവമാണ്. ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പുതിയ വഴികളും പുതിയ സാധ്യതകളും കാണിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്.
എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ സാഹചര്യത്തിൽ പുതിയ ശക്തിയും പുതിയ ബലവും നൽകി അവരെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മെ അനുഗ്രഹിക്കുവാൻ കർത്താവ് മതിയായ ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ച് നന്മകൾ ഉദിക്കുന്നതായ ദിനം വരും എന്നുള്ളതാണ്. എന്നെൻ്റെ പ്രശ്നം മാറും, എന്നെൻ്റെ രോഗം മാറും, എന്നെൻ്റെ കടഭാരം മാറും, എന്നെൻ്റെ ജോലി ലഭിക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിരിക്കുന്നതായ ഓരോ വ്യക്തികളോടും കർത്താവ് പറയുന്നത് നിങ്ങൾക്കായി ഒരു പുതിയ വാതിൽ തുറക്കുവാൻ ദൈവം മതിയായ ദൈവമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കായി ഒരു പുതിയ വാതിൽ തുറക്കുവാൻ ദൈവം മതിയായ ദൈവമാണ് എന്നുള്ളതാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പ്രാർത്ഥനയോടുകൂടി മുന്നേറുക, വിശ്വാസത്തോടു കൂടി മുന്നേറുക, ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ ഈ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന മക്കളെ എല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ വിഷമിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാതെ വിഷമിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ച് കർത്താവെ, അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവം കൂടുതൽ വഴി നടത്തണമെന്ന് അപേക്ഷിച്ച് കർത്താവെ, പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ പുതിയ വഴികളും പുതിയ സാധ്യതകളും ഒരുക്കി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധ സുവാസവും വാഴ്വകളും ഈ വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.